അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തലവനെ തിരുവനന്തപുരം വെള്ളറട പോലീസ് പിടികൂടി. കല്ലർ സ്വദേശി അനീസ് എന്ന ജാഫറിനെയാണ് ഒഡീഷയിൽ നിന്ന് പിടികൂടിയത്. മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിൽ കഞ്ചാവ് കൃഷി ചെയ്ത് കേരളത്തിലേക്ക് കടത്തുന്ന സംഘത്തിന്റെ തലവനാണ് പ്രതി. കഴിഞ്ഞ മാർച്ചിൽ വെള്ളറട ആറാട്ടുകുഴിയിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെ 47 കിലോ കഞ്ചാവുമായി 5 പേരെ പോലീസ് പിടികൂടിയിരുന്നു. കഞ്ചാവിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ജാഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഈ വിവരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ജാഫർ പിടിയിലായത്. തിരുവനന്തപുരം കല്ലറ സ്വദേശിയായ ജാഫർ ഏറെക്കാലമായി ഒഡീഷയിലാണ് താമസം. പിടിക്കപ്പെടാതിരിക്കാൻ ബാൽഡ ഗ്രാമവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലൂടെയായിരുന്നു ഇയാൾ പണമിടപാടുകൾ നടത്തിയിരുന്നത്. ഇയാൾ സമൂഹമാധ്യമവും സ്വന്തം പേരുള്ള സിം കാർഡും ഉപയോഗിച്ചിരുന്നില്ലെന്നും പോലീസ് പറഞ്ഞു. അനീസ് എന്ന് വിളിക്കുന്ന ജാഫർ 10 വർഷമായിട്ട് ഒറീസയിൽ തന്നെയാണ്. ഒറീസയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗഞ്ചാവ് പോലുള്ളവ കടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ അവിടുത്തെ ട്രൈബൽ ഏരിയ കേന്ദ്രീകരിച്ചാണ് ഈ കൂടുതലായിട്ട് ചെയ്തിരുന്നത്. വളരെ ശ്രമകരമായിട്ടുള്ള ആയിരുന്നു അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ ടീം അവിടെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ 5 മാസമായി അന്വേഷണ സംഘം പ്രതിയെ പിടികൂടുന്നതിനായുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ 2 തവണ ഒഡീഷയിലെ ഗ്രാമത്തിൽ കേരള പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ പ്രതി മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിലേക്ക് ഉൾവലിയുകയായിരുന്നു. പോലീസ് ബാൽഡ ഗുഹയ്ക്ക് സമീപം വനത്തിൽ ദിവസങ്ങളോളം തങ്ങിയാണ് അതിസാഹസികമായി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ജാഫറിന്റെ പേരിൽ പോക്സോ ഉൾപ്പെടെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.